തനിക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ട് ചില മാധ്യമങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സത്യാവസ്ഥ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ മെറ്റയ്ക്ക് പരാതി നൽകി നീക്കം ചെയ്യിക്കുന്നുവെന്നും സംസ്ഥാനത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നുമുള്ള പ്രതിപക്ഷ മാധ്യമ പ്രചാരണങ്ങൾക്കെതിരെ അദ്ദേഹം തുറന്നടിക്കുകയുണ്ടായി. വാർത്തകളൊക്കെ വായിച്ചപ്പോൾ താൻ ഭയങ്കര സംഭവമാണെന്ന് സ്വയം തോന്നിപ്പോയെന്ന നർമ്മം കലർന്ന മറുപടിയോടെയാണ് മുഖ്യമന്ത്രി വിവാദങ്ങളോട് പ്രതികരിച്ചത്. തനിക്കെതിരെ വരുന്ന വാർത്തകൾ നീക്കം ചെയ്യിക്കാൻ മെറ്റയിൽ തനിക്ക് സ്വാധീനമില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം തനിക്കെതിരായ വിമർശന പോസ്റ്റുകൾ പോലും നീക്കം ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട് മെറ്റയ്ക്ക് കത്തെഴുതാൻ തയ്യാറാണെന്നും അറിയിച്ചു. മാധ്യമ സ്വാതന്ത്ര്യത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും മാനിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. താൻ ഇടപെട്ടാണ് വാർത്തകൾ നീക്കം ചെയ്യിക്കുന്നതെന്ന വാദം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജായ CMO കേരള ലഭ്യമാക്കി നൽകണമെന്ന ആവശ്യം മാത്രമാണ് ഇതുവരെ മെറ്റയോട് ഉന്നയിച്ചിട്ടുള്ളത്. 2 മാസം മുൻപ് അപേക്ഷ നൽകിയിട്ടും മെറ്റ ഇതുവരെ ആ പേജ് പോലും അനുവദിച്ചു നൽകിയിട്ടില്ല. സ്വന്തം ഓഫീസിന്റെ ഔദ്യോഗിക പേജ് പോലും ലഭ്യമാക്കാൻ കഴിയാത്ത താൻ പറഞ്ഞിട്ടാണ് മെറ്റ മറ്റ് പോസ്റ്റുകൾ മുഴുവൻ നീക്കം ചെയ്യുന്നതെന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാനാകുമെന്ന് അദ്ദേഹം ചോദിച്ചു. തനിക്കെതിരെയുള്ള വിരുദ്ധ വാർത്തകൾ മാത്രമല്ല, തന്നെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ പോലും മെറ്റ സമാനമായ രീതിയിൽ നീക്കം ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. തീരദേശ മേഖലയിലെയും മത്സ്യത്തൊഴിലാളി മേഖലയിലെയും പ്രശ്നങ്ങളിൽ സർക്കാർ നടത്തിയ ക്രിയാത്മകമായ ഇടപെടലുകളെ അഭിനന്ദിച്ച് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോയും KCBC പങ്കുവച്ച പോസ്റ്റും ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമല്ല. തെലങ്കാന, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും സമാനമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ട്. ഇത് മെറ്റയുടെ ആഗോള നയങ്ങളിൽ വന്ന മാറ്റങ്ങൾ കാരണമാകാം സംഭവിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. താനോ തന്റെ ഓഫീസോ ഇടപെട്ട് മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ നീക്കം ചെയ്യുമോ എന്നും അതിനുള്ള സ്വാധീനം തനിക്കും സർക്കാരിനും ഉണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. കേരളത്തിലെ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വായ് മൂടിക്കെട്ടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു മൂടനാണോ ഞാൻ എന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി മാധ്യമ സ്വാതന്ത്ര്യത്തിന് സർക്കാർ എന്നും ഒപ്പമുണ്ടാകുമെന്നും വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വാർത്തകളും തെറ്റായ രീതിയിൽ നീക്കം ചെയ്യപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ മെറ്റയ്ക്ക് ഔദ്യോഗികമായി പരാതി നൽകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അങ്ങനെ നൽകുന്ന പരാതികൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണയും സഹായവും നൽകുമെന്നും ഉറപ്പ് നൽകിയതോടെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ച മാധ്യമങ്ങളുടെ നീക്കങ്ങളാണ് പൊളിഞ്ഞു വീണത്. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, മെറ്റ എന്ന് പറയണം ഭയങ്കര സംഭവമാണ്. ഞാനൊരു ഭയങ്കര സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് വാർത്തയൊക്കെ വായിച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ റിലീസ് ഓർഡറെ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വന്ന ഉടനെ തന്നെ CMO കേരളം എന്ന ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാക്കി തന്നെ, നേരത്തെ ഉണ്ടായിരുന്നത് ലഭ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന്. 2 മാസമായിട്ട് ഇത് ശരിയാക്കി തന്നിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സാധനം മുഴുവൻ മെറ്റ റിലീസ് ചെയ്യണം പറഞ്ഞത്. നിങ്ങളൊക്കെ അതിങ്ങനെ വാർത്ത കൊടുക്കുക എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ റിലീസ് എൻ്റെ പോയിട്ടുണ്ട് 3 എണ്ണം. ഇത് ഒരുപാടെണ്ണം പോയിട്ടുണ്ട്. അതായത് ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഓൺലൈൻ ആളുകൾ വെച്ച കാര്യം. ഒന്ന്, ഞാൻ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടായ വിഷയങ്ങളിൽ ഇടപെട്ടതിനെ അഭിനന്ദിച്ചുകൊണ്ട് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് കൊല്ലം രൂപതയുടെ 700ാം വാർഷികത്തിൽ നടത്തിയ പ്രസംഗം പല നിങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലും വെച്ചു. അത് റിമൂവ് ചെയ്തു. അത് എന്നെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു. എൻ്റെ ഇടപെടലുകളും എൻ്റെ വിശ്വാസം കൊണ്ട് വളരെ ഇതാണെന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗം ഓൺലൈൻ ചാനലുകളിൽ കൊടുത്തത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷിബു ബേബി ജോണും ഞാനും തമ്മിൽ ഒരുമിച്ച് ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ പോയത്, അത് ചില ചാനൽ കൊടുത്തത് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. 3ാമത്, KCBC മുഖ്യമന്ത്രിക്ക് ഒരു പരോക്ഷ പിന്തുണയുമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ആരും രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞ് വെച്ച എൻ്റെ കൂടി ഫോട്ടോ വെച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത ഈ സോഷ്യൽ മീഡിയയിലെ ദൃശ്യമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയുടെ എല്ലാ റിലീസും ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഇത് ചെയ്തിട്ടുണ്ട്, ആസാം മുഖ്യമന്ത്രി, ഞങ്ങളുടെ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ചെയ്തിട്ടുണ്ട്. അത് എന്താണ് മെറ്റ ചെയ്യുന്നതെന്ന് അറിയില്ല. ചാനലുകളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എനിക്കത് തിരിച്ച് വരുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നാളെ എൻ്റെയും പോകില്ലേ. അല്ലാതെ ഞാനോ എൻ്റെ ഓഫീസോ പറഞ്ഞിട്ട് മെറ്റ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓൺലൈൻ ചാനലിൽ കൊടുക്കുന്ന സാധനം റിമൂവ് ചെയ്യോ? ആ സ്വാധീനം എനിക്ക് മെറ്റയിലുണ്ടോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യോ? മെറ്റ ചെയ്യോ? ചെയ്താൽ
അതിന് നമുക്ക് ഇടപെടണം. നിങ്ങളും ഇടപെടണം. നിങ്ങൾ അതിൻ്റെ അകത്ത് പരാതികൾ കൊടുക്കണം. അതിന്റെ കൂടെ സർക്കാർ നിൽക്കും. ഒരു സംശയം ആ കാര്യത്തിലില്ല. സർക്കാർ നിൽക്കും. ആ കൂടെ നിൽക്കും. സർക്കാർ കൂടി നിൽക്കും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതായത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അന്ന് മനോരമയ്ക്ക് കൊടുത്തൊരു അഭിമുഖം ഉണ്ടായിരുന്നു. ആ അതിൽ ഈ പറയുന്നത് പോലെ ഇങ്ങനെ നീക്കം ചെയ്യുന്ന സംഭവം ഉണ്ടായി. അന്ന് രത്തൻ കേൽക്കർ അദ്ദേഹമാണ് അതിൽ ഇടപെടുകയും മെറ്റയുമായി സംസാരിക്കുകയും അത് പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. ഇന്ന് അതേ ഉദ്യോഗസ്ഥൻ അങ്ങയുടെ ഓഫീസിലെ സ്റ്റാഫ് കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉയർന്നു അല്ല, പ്രതിപക്ഷ നേതാവായിരുന്ന ഞാൻ മനോരമ ന്യൂസിലെ കൊടുത്ത ഒരു പോസ്റ്റ് പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അന്ന് റിമൂവ് ചെയ്തത്. പോലീസ് അല്ലല്ല കേൾക്ക്, പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്തത്. പോലീസിനെ ഉപയോഗിച്ച് ഇപ്പം ഇലക്ഷൻ പരാതി കൊടുത്ത് ഞാൻ പരാതി കൊടുത്തില്ലേ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി കൊടുക്കൂലേ? പരാതി കൊടുക്കും. എന്നിട്ട് അവരത് പുനഃസ്ഥാപിച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ലംഘനം കൂടിയല്ലേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ തടസ്സപ്പെടുത്തുന്നത്. അത് പോലീസിനെ ഉപയോഗിച്ച് അതിൻ്റെ അത് ഒന്നുമില്ല. ജോണി ലൂക്കോസുമായിട്ട് ഞാൻ കൊടുത്ത ഇന്റർവ്യൂ പോലീസിനെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിച്ച് അന്ന് അത് പറഞ്ഞുകൊണ്ട് അവരത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ റീഇൻസ്റ്റേറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ. അതെ, അന്ന് അവിടെ ഉണ്ടായിരുന്ന അതേ ഉദ്യോഗസ്ഥനാണ് രത്തൻ കേൽക്കർ. ഇന്ന് അദ്ദേഹം അങ്ങേക്കൊപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ രത്തം കേൾക്കറൊന്നും മെറ്റയായിട്ടൊന്നും ഇപ്പോൾ അത് ഒരു സ്ഥലത്ത് സംസാരിച്ചിട്ടില്ല. ഒരാൾ എൻ്റെ ഓഫീസിലെ ഒരാളും ഞങ്ങളെ ഓഫീസിൽ പറഞ്ഞാൽ മെറ്റ നിങ്ങളുടെയൊക്കെ റിമൂവ് ചെയ്യാണ്, നിങ്ങളെല്ലാം റിമൂവ് ചെയ്യാണ്. ഞാൻ പറയില്ല എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യം. പ്ലീസ് ഞാൻ പറയുമല്ലേ മറുപടി, പ്ലീസ് ഞാൻ പറയുമല്ലേ, അങ്ങ് ചോദിച്ചതിന് ഞാൻ മറുപടി പറയല്ലേ. ഞങ്ങൾ എൻ്റെ അടക്കമുള്ള എല്ലാം റിമൂവ് ചെയ്യാണ്. മുഖ്യമന്ത്രിമാരുടെ പലരും അത് എന്താണ് മെറ്റയുടെ എന്തെങ്കിലും പോളിസിയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചാണോ എന്താണെന്ന് വ്യക്തമല്ല. അത് നിങ്ങൾ അത് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് ഓൺലൈൻ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അതിൻ്റെ കൂടെ സർക്കാർ ഉണ്ടാവും. സർക്കാർ വേണമെങ്കിൽ കത്തെഴുതാം. ഞാൻ വേണമെങ്കിൽ കത്തെഴുതാം മെറ്റയ്ക്ക്. കാരണം എന്നെ വിമർശിച്ച് കൊണ്ട് വരുന്ന പോസ്റ്റ് ഒന്നും റിമൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കത്തെഴുതാം. ഞാൻ റെഡിയാണ്. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ആരെങ്കിലും മെറ്റ കൊണ്ടിട്ട് ഒരു 10 പോസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ എന്താ കേരളത്തിലെ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വായി മൂടി കിട്ടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നൊരു മൂഢനാണോ ഞാൻ? നിങ്ങളെന്താ? അല്ല, അത് അങ്ങനെയല്ലേ അവർ പറയുള്ളൂ. കാരണം പോലീസിനെ ഉപയോഗിച്ച് ഞാൻ ജോണി ലൂക്കോസിന് കൊടുത്ത ഇന്റർവ്യൂ നിങ്ങൾ നോക്കുക, അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടാകുന്നു. റിമൂവ് ചെയ്യിപ്പിച്ച ആളുകളാണ് ഈ പറയുന്നത്. റിമൂവ് ചെയ്യിപ്പിച്ച ആളുകളാണ് പ്രതിപക്ഷ നേതാവിന്റെ റിമൂവ് ചെയ്യിപ്പിച്ച ആളുകളാണ് ഈ പറയുന്നത്. എൻ്റെ ഇന്റർവ്യൂ അത് അവരെന്തൊക്കെ പറയാം. ഒരു അപ്രഖ്യാപിതമായ രീതിയിലാണ്. കാരണം മെറ്റയുടെ പോളിസി ചേഞ്ച്, മെറ്റ പ്രധാനമന്ത്രിയോട് മാപ്പ് പറഞ്ഞുള്ള വാർത്ത നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഇത് ത്രൂ ഔട്ട് ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ തെലങ്കാനയിലെ കാര്യം പറഞ്ഞത്, ഹിമാചൽ മുഖ്യമന്ത്രിയുടെ പറഞ്ഞത്. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിങ്ങളിത് റിമൂവ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾ അവർക്ക് പരാതി അയക്കി, നമ്മളും പറയാം, നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക, സർക്കാർ അതിൻ്റെ കൂടെ നിൽക്കുക. നിങ്ങളിപ്പോൾ എനിക്കെതിരെ ഇട്ടിരിക്കുന്ന സംഭവങ്ങൾ പോലും പുനഃസ്ഥാപിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടാം. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അത് വന്നാൽ അല്ലെങ്കിലും പറയണല്ലേ. അല്ലല്ല, പോലീസ് ഇതുമായിട്ട് യാതൊരു അല്ല അത് അവർ ചെയ്യുന്നതല്ല, അവിടെ നിന്ന് ചെയ്യുന്നതല്ല. അവരോടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അവരാണ് ഇതിന്റെ അതോറിറ്റി. അവർക്ക് മാത്രമേ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പാ, അതല്ലേ സർക്കാർ ഇടപെടാന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ കൂടി വേണം. നിങ്ങൾ നീക്കം ചെയ്ത ആളുകൾ പരാതി കൊടുക്കണം. കാരണം നിങ്ങളാണ് അഗ്രീവ്ഡ് പാർട്ടി ഇത് നീക്കം ചെയ്ത സ്ഥാപനങ്ങളാണ്. അവർ പരാതി കൊടുക്കണം. അവർ പരാതി കൊടുത്താലേ നിലനിൽക്കുള്ളൂ. നമ്മൾ അതിന് പിന്തുണ കൊടുക്കുക. എൻ്റെ ഇടയ്ക്ക് എന്നെ വിമർശിച്ചുകൊണ്ടിട്ടിരിക്കുന്ന പോസ്റ്റുകളടക്കം തിരിച്ചിടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കത്ത് കൊടുക്കുക. ഒരു പ്രശ്നമില്ല.